فالصدق والعلي والصديق لما رما وهم يقولون ما في الغار من إرام مولاي ഇവരിങ്ങോട്ട് കയറി വന്നു. അവരെ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അവർ ഇറങ്ങി വന്നാൽ നമ്മളെ കാണൂല നബിയേ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, സിദ്ദീഖേ, നമ്മൾ രണ്ടാളും മാത്രമല്ല, ഇന്നല്ലാഹ മഅനാ, നമ്മളെ കൂടെ ആരുണ്ട്? അല്ലാഹ് ഉണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവര് വന്നപ്പോഴാണ് അവിടെയാണ് ചിലന്തി വില കിട്ടുന്നത്. ആര്? ചിലന്തി. നമുക്ക് നനച്ചുള്ളി ഉണ്ടാക്കൂല വീട്ടില്. എന്താ നനച്ചുള്ളി ഉണ്ടാക്കണ? മാറാലെ പെരയിൽ ഉണ്ടാകാൻ പാടില്ല. നനച്ചുള്ളി എന്നും പാടില്ല, എന്നും വില തട്ടണം. മാറാലുള്ളവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. വലിയ വീട് കിട്ടിയിട്ട് കാര്യമില്ല. വീട് വൃത്തിയാക്കാൻ നമ്മൾക്ക് സാധിക്കൂലെങ്കിൽ പടച്ചോൻ പൊടൂല, എപ്പോഴെങ്കിലൊക്കെ വിട്ട് പിടിക്കും. അപ്പൊ ചിലന്തി വില കിട്ടിയത് ഇങ്ങനെ കണ്ടപ്പോഴേ അബൂജഹൽ പ്രഖ്യാപിച്ചു, ഇവിടെ ആരുണ്ട്? ഇവിടെ ആരില്ല, ആൾ താമസമല്ല. ഇവിടെ ഒന്നും ആരും വരില്ല, ചിലന്തിയാണ് എന്ത് ചെയ്യിക്കണേ. പിന്നെ പ്രാവ് അടട്ടിരിക്കുകയാണ്. പ്രാവ് അടട്ടിരിക്കണ കണ്ടപ്പോൾ ഇവിടെ ആള് അങ്ങനെയാണ് ഓരോ എന്ത് ചെയ്തത്, തിരിച്ചു പോകുന്നത്. 3 ദിവസമാണ് അള്ളാഹു റസൂലും സിദ്ദീഖ് തങ്ങളോടെ കഴിച്ചുകൂട്ടിയത്. ദിവസം 3 ദിവസം ആലോചിച്ച് നോക്കാണ്. ഇനി നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട എന്താ കാര്യങ്ങള്, ഇത് അന്ന് ഇതൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് 3 ദിവസം അതിന്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടി. 4ാമത്തെ ദിവസമാണ് അവര് മദീനയിലേക്ക് ഹിജറ പോയത്. മദീനയിലേക്ക് അവർ ഹിജറ പോകുന്നതിന്റെ മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് തങ്ങളും എവിടെ കഴിച്ചു കൂട്ടിയത്? സൗർ മലയിൽ. ഇനി മറക്കണ്ട, ഈ മലയുടെ പേരെന്താ? ഗുഹന്റെ പേരെന്താ? സൗർ ഗുഹ. മറക്കണ്ട, ജബലുസ് സൗർ, സൗർ ഗുഹ. ഇവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയും എത്ര ദിവസം കഴിച്ചു കൂട്ടിയത്? അല്ലാഹു തആല അവരുടെ സ്വർഗത്തിൽ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ ചില മലകൾ ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മല ഉഹുദ് മലയാണ്. അത് നമുക്ക് മദീനത്ത് കാണാം. ഉഹുദ് മലയാണ്. നമ്മളെ പെരട വാതിലില്ലേ, സ്വർഗത്തിന്റെ വാതിൽ ആരാ? ഉഹുദ് മലയാണ്. പിന്നെ കുറേ മലകൾ സ്വർഗത്തിലുണ്ടാവും. അക്കൂട്ടത്തിൽ ജബൽ സൗർ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് കണ്ടത് കൊണ്ട് അള്ളാഹു സ്വർഗം കാണാൻ